നമസ്കാരം. KSV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷിഗല്ല രോഗബാധയുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ജില്ലയിലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവലോകന യോഗം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി. തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മൃതി മണ്ഡപം അവഗണനയുടെ നടുവിൽ. തകഴിയുടെ കഥാപാത്രങ്ങളെ അടുത്തറിയുവാൻ ആരംഭിച്ച മ്യൂസിയം നിർമ്മാണവും ഒച്ചിഴയും വേഗത്തിലെന്ന് പരാതി. സർക്കാരിന്റെ സഹായ പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. വാർത്തകളിലേക്ക് വിശദമായി. ഷിഗല്ല രോഗബാധയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കളക്ടറേറ്റ് ഗവി ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമതാണ്. ആദ്യം തന്നെ ഒരു പ്രീ മൺസൂൺ പകർച്ചവ്യാധിക്കെതിരായിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഒന്നും കൂടി ഈ പ്രവർത്തനങ്ങളുടെ പുരോഗതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ഇന്നലെയാണ് കളക്ടറോട് ആവശ്യപ്പെട്ടത്. അത് എല്ലാവരും എല്ലാ സമയം ക്രമീകരിച്ച് എത്തിച്ചേർന്നു. ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ പകർച്ചവ്യാധി പടരാതിരിക്കാനുള്ള പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെള്ളത്തിൽ കൂടെയാണ് ഇത് പകരുന്നത് എന്നുകൊണ്ട് ഈ ശുചിത്വം എന്ന കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാകണം. രോഗാണു കുട്ടികളിലൂടെയാണ് അതിവേഗം പടരുന്നത്. കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ആരോഗ്യവകുപ്പ്, തദ്ദേശ വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനം ആചരിക്കും. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച എഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധന സംഘടിപ്പിക്കും. എല്ലാ ആഴ്ചയിലും പത്തനംതിട്ട ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. MLA മാരായ പഴകുളം മധു, CV ശാന്തകുമാർ, KU ജനീഷ് കുമാർ, അബിൻ വർക്കി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ്, ജില്ലാ കളക്ടർ A നിസാമുദ്ദീൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L അനിതകുമാരി, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുട്ടനാടിന്റെ മണമുള്ള കൃതികൾ രചിച്ച് മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഇതിഹാസകാരന്റെ സ്മൃതി മണ്ഡപം കാടുകയറി വെള്ളക്കെട്ടിൽ. വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മൃതി മണ്ഡപമാണ് അവഗണനയുടെ നടുക്കടലിലായത്. തകഴിയുടെ കഥാപാത്രങ്ങളെ പുതുതലമുറയ്ക്ക് അടുത്തറിയുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച മ്യൂസിയം നിർമ്മാണവും ഒച്ചിഴയും വേഗത്തിലാണ്. 6.5 കോടി രൂപ ചെലവിൽ മ്യൂസിയം നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. 4 വർഷം മുൻപാണ് തകഴി ശങ്കരമംഗലത്ത് മ്യൂസിയം നിർമ്മാണം ആരംഭിച്ചതും. പദ്ധതിക്ക് തുടക്കം കുറിച്ച് 4 വർഷം പിന്നിട്ടിട്ടും സർക്കാർ അനുവദിച്ചത് 1.90 കോടി രൂപ മാത്രം. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചെങ്കിലും കരാർ വയ്ക്കുവാനുള്ള നടപടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി. തകഴി സ്മാരകത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന മ്യൂസിയത്തിന് 2022 മെയ് 3-നാണ് അന്ന് സാംസ്കാരിക മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സർക്കാർ അനുവദിച്ച 1.90 കോടി രൂപ ചെലവഴിച്ച് മ്യൂസിയത്തിന്റെ ഘടന പൂർത്തിയാക്കി. തകഴിയുടെ ജീവിതവും സാഹിത്യവും പാനലുകളിലും ശില്പങ്ങളിലും ഇൻസ്റ്റലേഷനുകളിലും മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു.
രണ്ടാം ഘട്ടത്തിനായി പണം അനുവദിക്കുവാൻ സ്മാരക സമിതി മാസങ്ങൾക്ക് മുൻപ് സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടികളുണ്ടായില്ല. പണം ലഭിച്ചില്ലെങ്കിലും ജോലി തുടരുവാൻ കരാറുകാർ തയ്യാറായതിനെ തുടർന്ന് സർക്കാർ രണ്ടാം ഘട്ടത്തിന് സാങ്കേതിക അനുമതി നൽകി. തകഴിയുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയം സ്ഥാപിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ പ്രഖ്യാപനം പാതി വഴിയിൽ കിടക്കുകയാണ്. ദിവസവും നൂറുകണക്കിന് സന്ദർശകർ വരുന്ന ഒരു സ്ഥലമാണ് തകഴിച്ചേട്ടൻ്റെ പേരിലുള്ള തകഴി സ്മാരകം. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ സ്ഥലം ആകെ വെള്ളക്കെട്ടായി കാട് പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 3 വർഷമായി ഈ തകഴി സ്മാരകത്തിൻ്റെ മറ്റ് ബിൽഡിങ്ങുകളുടെ ജോലികൾ ആരംഭിച്ചിട്ട്. ഈ ജോലി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് അന്നത്തെ സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ 3 വർഷമായിട്ടും ജോലി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഈ സ്മാരകത്തിൽ ദിവസവും നിരവധി ആൾക്കാർ സന്ദർശിക്കാറുണ്ട്. അവർക്ക് തകഴിച്ചേട്ടൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മുഴുവൻ വെള്ളം കയറി കാട് പിടിച്ച് തകഴിച്ചേട്ടൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലം മുഴുവൻ കാട് പിടിച്ച് ആകെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പ് ഇതിൽ അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണം എന്നാണ് നാട്ടുകാരെന്ന നിലയിൽ സൂചിപ്പിക്കുവാനുള്ളത്. തകഴിയുടെ മരണശേഷം 2001 തകഴി ശങ്കരമംഗലം സർക്കാർ ഏറ്റെടുത്തപ്പോഴായിരുന്നു ഈ പ്രഖ്യാപനമുണ്ടായത്. 2009 വീടിന് പിന്നിലുള്ള 25 സെന്റ് സ്ഥലം തകഴിയുടെ മക്കളിൽ നിന്ന് സർക്കാർ വാങ്ങി. ഇവിടെയാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തടിപ്പാലവും പടിപ്പുരയും ഏറുമാടവും ഒക്കെയായി കുട്ടനാടിന്റെ തനത് സൗന്ദര്യത്തിലാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തകഴിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ് കാടുകയറി വെള്ളക്കെട്ടിലാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് വിശ്വസാഹിത്യകാരൻ അന്തിയുറങ്ങുന്ന ഈ മണ്ണിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് കാലുകുത്തുവാൻ കഴിയാത്ത തരത്തിൽ കാട് പിടിച്ച് വെള്ളക്കെട്ടിലാണ് തകഴിയുടെ പ്രതിമയും സ്മൃതി മണ്ഡപവും. സർക്കാരിന്റെ സഹായ പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. അതിനുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഭകളുടെയും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ച് വേണ്ടതായുള്ള അറിവോ അവബോധമോ നമുക്കില്ലാതെ പോകുന്നത് കൊണ്ട് അത് സ്വായത്തമാക്കി തീർക്കുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അത് ഗുണകരമായി തീരുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു അവബോധം ലഭ്യമായി തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ കൂടിവരവിലൂടെ അത് സാധ്യമായി തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ക്രൈസ്തവ സഭയുടെ ദൗത്യം ആത്മീയ ശുശ്രൂഷകൾ മാത്രമല്ല ഒതുങ്ങുന്നത്. പിന്നെയോ ഒരു മനുഷ്യൻ്റെ സർവ്വ മേഖലകളിലേക്കും അവൻ ഉൾപ്പെട്ടിരിക്കുന്നതായ എല്ലാ മേഖലകളിലേക്കും അത് വികസിക്കുന്നതിനായിട്ടും വർദ്ധിച്ചു വരുന്നതിനായിട്ടും ഒരു അവബോധം അതിനെക്കുറിച്ച് തന്നെ എല്ലാവരും ഉണ്ടാകുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം എന്നത് സഭ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സഭ സമൂഹത്തിൽ നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സഹായ പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അതിനുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഭകളുടെയും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത പറഞ്ഞു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചേർന്ന് നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടത്തുന്ന സഹായ പദ്ധതിയായ കൈത്താങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവല്ല ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. എല്ലാവർക്കും ആവശ്യമായതുണ്ടെന്നും അത് ആവശ്യക്കാരിൽ എത്തിക്കുന്നതിലുണ്ടാകുന്ന പാളിച്ച നിമിത്തമാണ് സമൂഹത്തിലെ പ്രയാസങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. മോറാൻ മോർ സാമുവൽ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത, ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പൊലീത്ത, മേജർ ബാബു പൗലോസ്, KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ്, KSBCDC ജനറൽ മാനേജർ സാബു S, ഫിനാൻസ് മാനേജർ ഷാജി S എന്നിവർ സംബന്ധിച്ചു. കോർപ്പറേഷൻ മാനേജർമാരായ ലത KJ, അഞ്ജലി A, ഷമീർ S എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ സ്കീമുകളിലേക്കുള്ള അപേക്ഷാ ഫോമുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. UDF കർഷക സംഘടനാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട് MLA റെജി ചെറിയാന് സ്വീകരണം നൽകി. കൊടിക്കുന്നിൽ സുരേഷ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ടെന്നും അവ ഓരോന്നായി പരിഹരിക്കുവാൻ നടപടികൾ സ്വീകരിക്കുമെന്നും MP പറഞ്ഞു.
നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭൂരിപക്ഷം ലഭിച്ചു. MLA, MP എല്ലാം UDF-നാണ്, ഗവൺമെന്റ് UDF-നാണ്. കേന്ദ്ര സർക്കാർ മാത്രമേ നമ്മുടെ കൂടൊപ്പം ഇല്ല. ബാക്കി എല്ലാ ഭരണകൂടങ്ങളും നമ്മളോടൊപ്പമാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. 2021 വളരെ അകലെയൊന്നുമില്ല, 2026 29 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. അത് കഴിഞ്ഞ് വീണ്ടും തദ്ദേശ സ്വയംഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എതിരെ ഉണ്ടാവും. ഇടതുപക്ഷം ഇപ്പൊ തന്നെ സമരം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ ബഡ്ജറ്റിലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, കൃഷിക്കാരെ കുറിച്ചൊന്നുമില്ല, കുട്ടനാടിനെ കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. അവർ ചോദ്യം ചോദിക്കാതെ തന്നെ കൃഷിക്കാരന്റെയും കുട്ടനാടിന്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഉത്തരം നൽകണം. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു അധ്യക്ഷത വഹിച്ചു. റജി ചെറിയാൻ MLA, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ ബാബു വലിയവീടൻ, കർഷക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT തോമസ്, കർഷക യൂണിയൻ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ നൈനാൻ തോമസ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിബി ജോസഫ് മൂലംകുന്നം, DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, DCC സെക്രട്ടറി K ഗോപകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV രാജീവ്, ജോർജ് മാത്യു പഞ്ഞിമരം, മുഞ്ഞനാട്ട് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു. മാന്നാർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ചുടുകാട്ടിൽ റോഡിൽ മാലിന്യ നിക്ഷേപം തടയുവാൻ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. വഴിയരികിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കുന്നതിനും പ്രദേശത്തെ മാലിന്യം മുക്തമാക്കുവാനും നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. മാന്നാർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ചുടുകാട്ടിൽ റോഡിലാണ് മാലിന്യ നിക്ഷേപം തടയുന്നതിന്റെ ഭാഗമായി ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കിയത്. റോഡിന്റെ വശങ്ങളിലുണ്ടായിരുന്ന കാടുകൾ മറയാക്കി ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധർ ഇവിടെ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിരുന്നു. ഇത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയത്. തുടർന്ന് പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്നാണ് വാർഡ് മെമ്പർ K മായയുടെ നേതൃത്വത്തിൽ കാടുകൾ വെട്ടി വൃത്തിയാക്കുകയും നാട്ടുകാരുടെ സഹകരണത്തോടെ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തത്. വാർഡ് മെമ്പർ K മായ അധ്യക്ഷയായ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായിരുന്ന BR ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞു. ഫിക്സ് മൈ ക്യാമറ ഉടമ ഷെരീഫ് മാന്നാർ ഇളവുകൾ നൽകിയാണ് 8 ക്യാമറകൾ ഇവിടെ സജ്ജീകരിച്ചത്. ക്യാമറകൾക്കും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി വേണ്ട 50,000 രൂപ പ്രദേശവാസികൾ സമാഹരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇതിനായി 5 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിരുന്നുവെങ്കിലും മാർഗരേഖ പ്രകാരം 3 ലക്ഷം രൂപ നാട്ടുകാരിൽ നിന്ന് കണ്ടെത്തണമെന്ന നിബന്ധന മൂലമാണ് പദ്ധതി നടപ്പിലാക്കാതിരുന്നതെന്ന് പ്രസിഡന്റ് BK പ്രസാദ് അറിയിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ക്രമസമാധാന രംഗത്ത് നമ്മുടെ പ്രദേശം മാതൃകയാകുന്ന രൂപത്തിൽ അതോടൊപ്പം തന്നെ മാലിന്യമുക്തമാകുന്ന രൂപത്തിലേക്ക് മാറും. ഇതെല്ലാ ജനങ്ങളും കേട്ടിട്ടത് ആവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഏറ്റവും ധന്യമായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത 11 പേരെയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുക്തകണ്ഠം നിങ്ങളെ പ്രശംസിക്കുകയാണ്. മറ്റു വാക്കുകളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. നിങ്ങളുടെ നന്മ നിറഞ്ഞ ഈ പ്രവൃത്തി മാന്നാർ ഏറ്റെടുക്കട്ടെ. അങ്ങനെ മാന്നാർ നല്ല ഒരു സുന്ദര ഗ്രാമമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ ക്യാമറയുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇത്തരത്തിൽ നാട്ടുകാരുടെ സഹകരണം തുടർന്നാൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ആദ്യ തവണ 5,000 രൂപയും പിന്നീട് പിടിക്കപ്പെട്ടാൽ കൂടുതൽ തുകയും പിഴ ഈടാക്കി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ലത നന്ദി പറഞ്ഞു. പ്രദേശവാസികളായ സുധാചന്ദ്രൻ, ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. കാവാലം ചെറുകര ക്ഷേത്രത്തിന് സമീപം കലേഷ് കമൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കിഴിക്കൃഷി കുട്ടനാട് MLA റജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നീണ്ട 5 വർഷമായി നെൽകൃഷിയും മീൻ കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്ന കർഷകനാണ് കലേഷ് കമൽ. നമ്മുടെ നാട്ടിലെ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വ്യവസായമാണ് മീൻ കൃഷി. അതിനകത്തൊരു പ്രശ്നം, നമ്മുടെ വെള്ളപ്പൊക്ക സമയത്ത് ഇത് ഇറങ്ങി പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയപ്പാടാണ് വളർത്തിയെടുക്കാൻ. അങ്ങനെ എന്നാലും ഇതില് ചെറുപ്പക്കാരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തിൽ വരണം. വളരെ സന്തോഷം ഇത് കണ്ടതിൽ. കാരണം പുതിയതായിട്ടൊരു കണ്ടുപിടുത്തം കിഴിക്കൃഷി
വളരെ സന്തോഷം തോന്നുന്നു. കാരണം അത് ആൾക്കാർക്ക് കൊണ്ടുപോകാനും ഏറ്റവും നമ്മൾ അറിയാം, നമുക്ക് ഈ പച്ചക്കറി നമ്മൾ കഴിക്കുന്നത് മൊത്തം വിഷമാണ് നമ്മൾ കഴിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് മേടിച്ച് കഴിക്കുന്നത്. ഇങ്ങനെ വീടുകളിൽ കിട്ടിയാൽ ഒരു കാര്യം ഉറപ്പാ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളത് വീട്ടുകളിൽ നമ്മൾ കൊടുക്കുന്നത് കണ്ടാൽ വിലയല്ല അവർക്ക് പ്രശ്നം, ഇതവർ മേടിച്ചുകൊണ്ട് പോവും. അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു കുടുംബത്തിന് കഴിയാനുള്ള എല്ലാ വഴിയും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതേ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ മത്സ്യ പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ടി എല്ലാ വർഷവും MLA ക്യാഷ് അവാർഡ് കൊടുക്കുന്നതായിരിക്കും അടുത്ത വർഷം മുതൽ. കലേഷ് കമൽ കിഴിനിറച്ചാണ് മട്ടുപ്പാവിലും വീടിന്റെ പരിസരങ്ങളിലും കൃഷി ചെയ്യുന്നത്. 5 വർഷം വരെ ഒരു കിഴിയിൽ കൃഷി ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കളയുടെ ശല്യമില്ലാതെ എല്ലാ വിളകളും കൃഷി ചെയ്യാമെന്നതും കിഴികൃഷിയുടെ പ്രത്യേകതയാണ്. പൊതുപ്രവർത്തകരും സാമൂഹിക സേവകരുമായ റോഫിൻ കാവാലം, വിജയകുമാർ പൂമംഗലം, ഷെരീഫ് കാവാലം, വാർഡ് മെമ്പർ അനുമോൾ, സൗമ്യ ഷാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ പുന്നപ്രയിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച് 1.15 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അമ്പലപ്പുഴ സ്വദേശി ഉമ്മർ മുക്താറാണ് പിടിയിലായത്. ആലപ്പുഴ നർക്കോട്ടിക് ഡിവൈഎസ്പി പങ്കജാക്ഷന്റെയും അമ്പലപ്പുഴ ഡിവൈഎസ്പി KN രാജേഷിന്റെയും നേതൃത്വത്തിൽ പുന്നപ്ര SI ജയേഷ് കുമാർ, SI ബോബൻ, പോലീസ് ഉദ്യോഗസ്ഥരായ അജയ്കുമാർ, അലക്സ് വർഗീസ്, അനു സാലസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനകൾ നടത്തി പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രതി ലഹരി വസ്തു വിൽപ്പനയ്ക്കായാണോ എത്തിയത്, മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള സംഭവങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവല്ല സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലും മോഷണ കേസുകളിലും പ്രതികളായ 2 മോഷ്ടാക്കളെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കുടുത്താനം മാമൂട് പള്ളിക്കാമറ്റം ജിതിൻ മോഹൻ, തിരുവല്ല സ്വദേശി ഓലിക്കര വീട്ടിൽ അനന്തു സതീഷ് എന്നിവരാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായത്. തിരുവല്ല കവിയൂർ ഞാലിഭാഗം ചേറ്റുമഠം വീട്ടിൽ കഴിഞ്ഞ മാസം 26-ാം തീയതി രാത്രിയാണ് ഇവർ മോഷണം നടത്തിയത്. അടുക്കള വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ 2 ലക്ഷം വില വരുന്ന സാധനങ്ങളാണ് മോഷ്ടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചമ്പക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ബാങ്ക് ഹാളിൽ നടന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മാത്യു കൂലിപ്പുരയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എബ്രഹാം AJ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ രാധാമണി, ഷിബു എബ്രഹാം, വിൽസൺ ചാക്കോ, ജേക്കബ് സെബാസ്റ്റ്യൻ, അനുജൻ കുഞ്ഞ്, ലാലിമ തങ്കച്ചൻ, രാജി ശിവദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. 30 വർഷമായി ചേർത്തല എഴുപുന്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന TK സൊസൈറ്റി വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, കൃഷി സാങ്കേതിക വിദ്യകൾ എന്നിവ സൗജന്യമായി നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. TK സൊസൈറ്റിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ സേവനം. കൃഷി ചെയ്യുന്ന ആളുകൾ പൊതുവെ നല്ല മനുഷ്യരാണ്. മറ്റുള്ളവർ മോശമാണെന്ന് അർത്ഥമില്ല. പക്ഷെ കൃഷി ചെയ്യുന്ന ഒരു 99% പേരും നല്ല മനുഷ്യരാണ്. അതോടെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കുറച്ച് നല്ല മനുഷ്യർ വന്ന് മാധ്യമങ്ങളിലൂടെ കണ്ട് നല്ല മനുഷ്യർ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീകളിലും കുട്ടികളുടെയും സഹായിക്കാനും അതുവഴി കൃഷി ഡെവലപ്പ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. വിത്തുകൾ കൊടുക്കുന്നത് കൃഷി ചെയ്യാനല്ല, വിത്തും വളവും കൊടുക്കുന്നത് അവർ കൃഷി ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതപ്പോൾ എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുള്ള അത് പ്രായോഗികമല്ല. അതിനകത്ത് സ്ത്രീകൾക്കും കുട്ടികളും ആകുമ്പോഴേ നമുക്ക് പിന്നീട് ചെന്ന് നോക്കാം. വേറെയുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ചില ആളുകൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ നമുക്ക് അത്ര ശരിയായല്ല. ജനറൽ ബോഡി തീരുമാനിച്ചത് ഇങ്ങനെയാണ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുത്തിട്ട് അവർക്ക് ഞങ്ങൾക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ അവർക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ. പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും എല്ലാ വിഭാഗം തൊഴിലാളികൾക്കുമാണ് വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, കൃഷി സാങ്കേതിക വിദ്യകൾ എന്നിവ സൗജന്യമായി നൽകുന്നത്. കൃഷി ഉൽപ്പന്നങ്ങളുടെ 40% തിരികെ നൽകുന്ന വ്യവസ്ഥയിലാണ് TK സൊസൈറ്റി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സൗജന്യ സേവനം നൽകി വരുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ലക്ഷങ്ങൾ മുടക്കി ഇവർ സൗജന്യ അണുനശീകരണം നടത്തിയിരുന്നു.
ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ലഭിക്കുന്ന വരുമാനവും തൊഴിലാളികളുടെ പണിക്കൂലിയുടെ 5% ഉപയോഗിച്ചാണ് TKS സൗജന്യ സേവനങ്ങൾ നടത്തുന്നത്. TK സേവനങ്ങൾ ലഭിക്കുവാൻ TKS സൊസൈറ്റി, എഴുപുന്ന PO, ചേർത്തല എന്ന വിലാസത്തിലോ 9447152033, 8281930543 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. സ്ഥാപക പ്രസിഡന്റ് PO വർഗീസ്, സെക്രട്ടറി ഷീല, വർക്കിംഗ് പ്രസിഡന്റ് M പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.